മമ്മൂട്ടിയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള പടമല്ലേ. മമ്മൂട്ടിയുടെ ഒരു പ്രത്യേക വ്യത്യസ്തത നിറഞ്ഞ മേക്ക് ഓവർ കാണുന്നുണ്ടെങ്കിൽ പ്രമേയം കാണണം. എല്ലാ ചോക്ലേറ്റിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മേക്ക് ഓവറല്ലേ. ഗംഭീര പടം, അത്യാവശ്യം എല്ലാവരും വന്ന് കാണട്ടെ. പിന്നെ ഈ പ്രേതമാണ്, കുട്ടികളെ കാണിക്കാൻ പറ്റൂല, പെണ്ണുങ്ങൾക്ക് കാണാൻ പറ്റൂല, അങ്ങനെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളൊന്നും ഈ പടത്തിലില്ല. എല്ലാം നമ്മൾ യാദൃശികമായിട്ട് സംഭവിച്ചു പോകുന്ന ആ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആ പടത്തിൽ. അപ്പോൾ അങ്ങനെ ഒന്ന് പേടിച്ചിരുന്നൊന്നും കാണേണ്ട പടമല്ല. പിന്നെ അർജുന അശോകനാണെങ്കിലും സിദ്ധാർത്ഥ ഭരതനാണെങ്കിലും മണികണ്ഠനാചാര്യാണെങ്കിലും അതിനകത്ത് അഭിനയിച്ചേക്കുന്ന എത്രയോ പേരുണ്ട്. അവരെല്ലാം വളരെ ഗംഭീരമായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. ഗംഭീര എഡിറ്റിംഗ് അല്ലേ, എഡിറ്റിംഗ് ഭയങ്കര ഗംഭീരം. അതേപോലെ ക്യാമറ അടിപൊളി, പിന്നെ BGM സ്കോർ ആണെങ്കിലും ഗംഭീരം, ഡയറക്റ്റ് അടിപൊളി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്താ നല്ല സുന്ദരമായിട്ടിരുന്ന് കണ്ടുകൂടെ. നമ്മൾ പണ്ട് സത്യം മാഷിൻ്റെയും മധുസാറിൻ്റെ ഒക്കെ പടം കണ്ട പോലെ ഇരുന്ന് നല്ല ആസ്വദിച്ച് കാണാം. ഇനിയിപ്പോൾ ഇതൊക്കെ കാണട്ടെ, പുതിയ പുതിയ പിള്ളേർ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇങ്ങനെയും പണ്ടുള്ള ആളുകൾ സിനിമ ഉണ്ടാക്കിയിരുന്നു ഒന്ന് കാണട്ടെ. അതൊക്കെ അങ്ങനെ കാണണ്ടേ, എല്ലാവരും അറിയണം. വളരെ നല്ല ഭംഗിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുക പോലുമില്ല. അത് അങ്ങനത്തെ ഒരു കഥാപശ്ചാത്തലമല്ലേ. ആ പശ്ചാത്തലത്തിൽ വളരെ ഗംഭീരമായിട്ട് ആ ഡയറക്ടർ അത് അണിയിച്ചൊരുക്കിയില്ലേ. പിന്നെ ഇങ്ങനത്തെ ഒരു വെല്ലുവിളി നിറഞ്ഞ വേഷമല്ലേ മമ്മൂട്ടിയൊക്കെ എടുത്തേക്കുന്നത്. അദ്ദേഹത്തിനും വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ളൊരു സംഭവമില്ലേ. എന്ത് രസമാണ് മമ്മൂട്ടിയുടെ ചിരി, ഹോ അതൊക്കെ പറഞ്ഞുള്ള ചിരിയില്ലേ, അതൊക്കെ എന്ത് രസമാണ്. ആ പല്ലൊക്കെ കണ്ടില്ലേ, അപ്പോൾ ഭയങ്കര മേക്കപ്പൊക്കെ ഗംഭീരമല്ലേ. എന്തായാലും വളരെ നാച്ചുറാലിറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല ഗംഭീരപ്പടം, തിരക്കേടില്ല, എല്ലാവരും വന്ന് കാണട്ടെ. പിന്നെ പേടിപ്പെടുത്തുന്നും പറഞ്ഞിട്ട് സ്ത്രീകളും കുട്ടികളൊന്നും ഈ പടം കാണാൻ വരാതിരിക്കരുത്. അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. അത്യാവശ്യം ആ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ചെറിയ പേടിപ്പെടുത്തൽ അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.